വിലായത്ത് ബുദ്ധ സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനും നാളെ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നുണ്ട്. സിനിമ കണ്ടതിന് ശേഷം സിനിമയുടെ റിവ്യൂ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. UA സർട്ടിഫിക്കറ്റാണ് വിലായത്ത് ബുദ്ധ സിനിമയ്ക്ക് സെൻസർ ബോർഡ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 3 മണിക്കൂറോളം ഡ്യൂറേഷൻ സിനിമയ്ക്കുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2 മണിക്കൂറും 56 മിനിറ്റുമാണ് വിലായത്ത് ബുദ്ധ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ. അഖിൽ സത്യൻ നിവിൻ പോളി ചിത്രമായ സർവമായ എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു പോസ്റ്ററും കൂടി വന്നിട്ടുണ്ട്. അജു വർഗീസും ജനാർദ്ദനും നിവിൻ പോളി നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബർ 25-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ജനനായകൻ സിനിമയുടെ ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ അടുത്ത മാസം 27-ന് സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ സിനിമയുടെ സെക്കൻഡ് സിംഗിളും ഉടനെ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനുവരി 9-നാണ് ജനനായകൻ സിനിമയുടെ റിലീസ്. സൂര്യയുടെ വരാനിരിക്കുന്ന 4 ഗംഭീര സിനിമകളുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. RJ ബാലാജിയുടെ ഡയറക്ഷനിൽ സൂര്യ നായകനായിട്ട് എത്തുന്ന കറുപ്പ് സിനിമയുടെ പാച്ചപ്പ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം ജനുവരിയിലാണ് സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. സൂര്യ 46 വെങ്കി അറ്റ്ലൂരിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ഊട്ടിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. 2 ഷെഡ്യൂൾ കൂടി ബാക്കിയുണ്ട് സിനിമയ്ക്ക്. സിനിമയുടെ മുഴുവൻ ചിത്രീകരണം ഡിസംബറോടുകൂടി പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ക ഫാമിലി എൻ്റർടൈനറാണ് സിനിമ. അടുത്ത വർഷം സമ്മറിനായിരിക്കും സിനിമയുടെ റിലീസ്. സൂര്യ 47 ജിത്തു മാധവൻ ഡയറക്റ്റ് ചെയ്യുന്ന സൂര്യ ചിത്രമാണ് സൂര്യ 47. ഒരു ക്രേസി കോപ്പ് റോളിലാണ് സൂര്യ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൊമോ വീഡിയോ വരും. ഈ ഒരു പ്രൊമോൻ്റെ ഷൂട്ടിംഗ് ഡിസംബർ 2nd വീക്കിലാണ് തുടങ്ങുന്നത്. ജനുവരിയിൽ സിനിമയുടെ ചിത്രീകരണം തുടങ്ങും. സെരിപ്പോത്ത സിനിമാരം എന്ന സിനിമയുടെ ഡയറക്ടറായ വിവേക് ആത്രേയ സൂര്യയുമായിട്ട് ഒരു ചിത്രത്തിൻ്റെ ഡിസ്കഷനിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാം നല്ലതുപോലെ സംഭവിക്കുകയാണെങ്കിൽ സൂര്യയുടെ 48ാമത്തെ ചിത്രമായിട്ട് ഈ ഒരു സിനിമ വരും.